പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു പ്രാർത്ഥിക്കുന്ന ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ചിലർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യേശു ക്രിസ്തു ഇല്ലേ? നിങ്ങളുടെ കുരിശിലൊന്നും യേശു ക്രിസ്തുവിൻ്റെ രൂപം കാണുന്നില്ലല്ലോ. നിങ്ങൾ പന്തക്കോസ്ത ആണോ, പന്തക്കോസ്ത ആശയമാണോ ഉള്ളത്? നിങ്ങൾ ഏത് സഭയിലാണ്, ബ്രദറാണോ, പാസ്റ്ററാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ആരുടെയും കുറ്റമല്ല, കാരണം അവർക്ക് അതറിയാനുള്ള ആഗ്രഹം വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പ്രഭാതത്തിൽ 5:30 ആകുമ്പോഴത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകത്ത് സുവിശേഷം ശ്രവിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈശോയെ ഒട്ടും അറിയാത്തവർ, പ്രത്യേകിച്ചും ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയുന്നവർ, ആഫ്രിക്ക പോലത്തെ രാഷ്ട്രങ്ങൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർ, ക്രിസ്തുവിനെ അറിയാത്തതുകൊണ്ടാണ് ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ അറിയുന്നവർക്ക് ഒരിക്കലും പീഡിപ്പിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി, എൻ്റെ വചനം ശ്രമിക്കുന്ന ഓരോ മക്കൾ, എൻ്റെ വചനമല്ല, എൻ്റെ കർത്താവിൻ്റെ വചനമാണ്. അത് ഞാൻ ഏറ്റു പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാനായിട്ടൊന്നും നിങ്ങളോട് പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നിലൊന്നുമില്ല, എനിക്കൊരു പ്രത്യേക കഴിവോ എനിക്കൊരു പ്രത്യേക അറിവോ ഒന്നുമില്ല. എൻ്റെ ഈശോ എന്നോട് പറഞ്ഞു തരുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് പ്രഭാത പ്രാർത്ഥനയെക്കുറിച്ച് പറയാനല്ല. അതിന് തൊട്ട് മുമ്പിൽ രണ്ടാം വരവ് തൊട്ടടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് ചെയ്തു. 1800 ആളുകൾക്ക് മിച്ചം 1900 ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതോട് ചേർന്ന് തന്നെ ഒരു ക്ലാസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതിൻ്റെ കാരണം ഇതാണ്. അതിൻ്റെ കാരണം, നമ്മൾ ഈ വചനം, ദൈവവചനം എടുത്തു വെച്ച് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് 1590 ദിവസം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ വായിച്ചങ്ങ് വിടുകയാണ്. എന്നാൽ കർത്താവായ ഈശോ ഒരു 2016 എനിക്ക് ആദ്യമായി സന്ദേശം തരാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, എഴുതി വെക്കുക, എഴുതിയിട്ട് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി നോക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊന്ന് കാണണം. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടാണ് പഠിക്കുന്നതും പഠിക്കേണ്ടതും. അതിൻ്റെ മറുവശം ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇതിനോട് ഇത് നിങ്ങളുടെ മൊബൈലുണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളുടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. 7 വർഷത്തെ എസ്.കെ. പ്രവാചകന്റെ പുസ്തകം 39 അധ്യായം 9 തിരുവചനത്തിൽ കർത്താവ് 7 വർഷത്തെ യുദ്ധം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 7 വർഷം അങ്ങോട്ട് എഴുതുകയാണ്. അപ്പോൾ ആ 7 വർഷം തുടങ്ങുന്ന എപ്പോഴാണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറയുന്നു. അമ്പ്, കുന്തം, വില്ല്, ഗദ എന്നീ വസ്തുക്കൾ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് പറഞ്ഞു. 7 വർഷം തീ കത്തിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ഏത് വർഷമാണ്? 7 വർഷം എന്ന് പറയുമ്പോൾ 2033 യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2000 AD 33 1000 കൂട്ടമ്പർ 1033, പിന്നെ 1000 കൂട്ടമ്പർ 2033, അത് തികയാൻ വേണ്ടി 9 വർഷം ഇപ്പോഴുണ്ട്, അതിൽ 7 വർഷം. അങ്ങനെ നമ്മൾ ആ കണക്ക് നമുക്ക് കിട്ടി. അതും ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ 2027 എന്ന സംഖ്യ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം സംശയം തീർത്തു പോയാലേ നമുക്കൊരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം, അങ്ങനെ തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ എന്ന് പറയുന്നത്, എണ്ണ കിട്ടണമെങ്കിൽ 4 ഘട്ടങ്ങൾ കടക്കണം എന്നതുപോലെ നമ്മൾ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദാനിയേൽ പുസ്തകത്തിൽ കർത്താവ് എഴുതിയ വചനമുണ്ട്, സമയം, അത് ദാനിയേൽ 12:7, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2027 ആഗോള യുദ്ധം, ഇസ്രായേൽക്കാർ ജെറുസലേം ദേവാലയം പണിയാൻ തുടങ്ങുമ്പോൾ അത് യുദ്ധത്തിലേക്ക് വരികയും, എന്നാലും യുദ്ധം തുടങ്ങിക്കൊണ്ട് തന്നെ അവർ ജെറുസലേം ദേവാലയം പണിതുകൊണ്ട് അവരുടെ വലിയ ചരിത്ര പ്രസിദ്ധമായ ആരാധന തുടങ്ങുമെന്നും ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റ് വിവിധ മതഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വിവിധ സഭാ വിഭാഗങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾ ആ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ 3.5 വർഷത്തെ ആ ആരാധന പൂർത്തിയാകുന്ന നിമിഷം എതിർ ക്രിസ്തു ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുകയും അവരെ താൽക്കാലികമായി പരാജയപ്പെടുത്തിക്കൊണ്ട് അവരധികാരത്തിൽ വരികയും ചെയ്യും. അങ്ങനെ അധികാരത്തിൽ വരുന്ന 2029 ജൂൺ മാസത്തിലാണ്. ആ മാസം തുടങ്ങുന്ന മാസമാണ് നിരന്തര ദഹനബലി നിർത്തലാക്കുന്ന ദിവസം മുതൽ 1290 ദിവസം ഉണ്ടാകുന്ന ദാനിയേൽ പ്രവചനം. ആ 1290 ദിവസം 3.5 വർഷമാണ്. ആ വർഷം പൂർത്തിയാകുന്നത് 2033 ഡിസംബർ 31-നാണ്. അങ്ങനെ 3 വർഷം പൂർത്തിയാകും. അങ്ങനെ 3 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവമാണ് AD 2033 1290 ദിവസം പൂർത്തിയാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആ ഡിസംബർ 31 സംഭവിക്കുന്ന 3 വർഷം പൂർത്തിയാകുമ്പോൾ അവിടെ വലിയ ഒരു രഹസ്യവും കൂടെ ദാനിയേൽ പ്രവചന പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അത് 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ആ വചനം. അപ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ 1290 ദിവസം തുടങ്ങി 3.5 വർഷം അവസാനിച്ച് 2033 കൂട്ടണം
അത് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. 45 എന്ന സംഖ്യ ഇട്ട് നമ്മൾ കൂട്ടുമ്പോൾ അത് പ്രത്യേകിച്ചും 1290 കൂട്ടണം 45. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 1290 കൂട്ടണം 45 സമം 1335. അത് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്, അതിൻ്റെ തുകയാണ് 1335 ദിവസം, അല്ലാതെ വീണ്ടും ഒരു 1335 ദിവസം അല്ല. അപ്പോൾ അത് നിങ്ങൾ ആ 1335 എന്ന സംഖ്യയിൽ നിന്നും 45 കുറച്ചാൽ നമുക്ക് കിട്ടുന്നതും ഈ 1290 അപ്പോൾ അത് ആ സംഖ്യ തെറ്റില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് ബോധ്യമാവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 45 എന്ന സംഖ്യയെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മൾ കൂട്ടിയപ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞെന്ന വലിയൊരു നിഗൂഢ രഹസ്യം. ഇന്ന് വരെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 1335 ദിവസം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വർഷമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ 45 എന്ന സംഖ്യ 1.5 മാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മളൊരു മറ്റൊരു രഹസ്യം മനസ്സിലാക്കേണ്ടത്. 2033 എന്ന കലണ്ടർ നമുക്ക് അടിച്ച് നമ്മുടെ മുമ്പിൽ വന്നു വിചാരിക്കാം. നമ്മൾ 2033 ഡിസംബർ മാസം 31-ാം തീയതിയിലേക്ക് വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ 2034 എന്ന് പറഞ്ഞ് തുടങ്ങണമല്ലോ. ആ തുടങ്ങുന്ന മാസമാണ് 45 ദിവസം. അതായത് 2034 എന്ന 1.5 മാസം. 2034 ഫെബ്രുവരി 15-ാം തീയതി വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് 1.5 മാസമാകും, 45 ദിവസം പൂർത്തിയാവും. ആ 2034 ഫെബ്രുവരി 15-ാം തീയതിയാണ് എന്ത് സംഭവിക്കുക? ഈ ലോകത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടെ ഒറ്റ സെക്കൻഡിൽ കത്തിച്ചാമ്പറായി നശിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2-ാം വരെ തൊട്ടടുത്ത് പറഞ്ഞ ക്ലാസ്സിനകത്ത് സെഫാനിയയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഭൂവാസി ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യുന്ന വചനം എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത് കണക്ക് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇത് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വചനം ഇങ്ങനെ വെറുതെ വായിച്ചങ്ങ് പോകുമ്പോൾ അതിനകത്ത് ഈ സംഖ്യകളൊക്കെ നമ്മൾ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്, അക്കത്തിലല്ല. അപ്പം നമുക്കിത് പിടുത്തം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഓരോ അക്കങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമ്മൾ നിഗൂഢ രഹസ്യം മനസ്സിലാകുന്നത്. കലണ്ടറിൽ അച്ചടിച്ച് വരുമ്പം AD 30, അതായത് 2033 എന്ന് പറയുന്നത് യുഗം അവസാനിക്കുകയാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. ഇത്തരണത്തിൽ ഈ ധാരാളം ആളുകളെ ഈ ഉൽപ്രാവണത്തെക്കുറിച്ചൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഉൽപ്രാവണം നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 5 ക്ലാസ് എന്താണ് റാപ്ചറും എടുക്കപ്പെടില്ല, അല്ലെങ്കിൽ റാപ്ചറും ചുരിദാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5 ക്ലാസ് കിടപ്പുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ കുറേയേറെ സംശയങ്ങൾ നിങ്ങൾക്ക് മാറും. ഒരിക്കലൊരു കമൻറ്റ് ഒരു സഹോദരൻ ചോദിച്ചൊരു സംശയം ഇതാണ്. ജനുവരി 31 ഉണ്ട്, എല്ലാ ജനുവരി 31 ദിവസമുണ്ട്, നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ജനുവരി 31-ാം തീയതിയും 45 കൂടി കൂട്ടുമ്പോൾ എത്രയായി? 46 ദിവസമാകും. അപ്പോൾ 2034 ഫെബ്രുവരി 15 എന്നുള്ളത് 16 ആകും. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് നമുക്ക് അതിനകത്ത് കർത്താവ് മറുപടിയായിട്ട് തരുന്നത്. ആ ഒരു മറുപടി നമുക്കവിടെ കണ്ടെത്താനുള്ള ബൈബിളിൽ നിന്നും. മറ്റൊരുവിധ മറുപടികളോ ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. ധാരാളം വചനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും വായിക്കുമ്പോഴും നമുക്കങ്ങനെ കിട്ടാറില്ല. അങ്ങനെ കിട്ടുന്നത് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ച് അതിൽ നിന്ന് ഗ്രഹിച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ല. അത് വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനമാണ്. ഈ കണക്കുകൂടെ ഞാൻ നിങ്ങളോട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ തിരുവചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അഥവാ പ്രപഞ്ചത്തിൽ എന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുക, എന്നാണ് ലോകം അവസാനിക്കുക, എന്നാണ് സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാവുക, ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ടും കേൾക്കുന്നുണ്ട്. ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഭൂമിയിൽ വലിയ ചൂട് വരും, മനുഷ്യരാശി മരിച്ചു പോവും, സസ്യങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു പോവും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് നമ്മൾ സ്വാഭാവികമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോഴും ഇത് ഓരോ വചനത്തിലും ദൈവം കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു വചനം നിങ്ങൾ ഓർക്കണം. ഗോലിയാത്തിനെ വീഴ്ത്തിയത് തെറ്റാലി കൊണ്ടല്ല. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ എന്ത് സംഭവിക്കണം? കാലഘട്ടം മാറിയതിനനുസരിച്ചുള്ള വചനത്തെ എടുത്ത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായി നമ്മൾ അതിനെ വിമർശിക്കുകയോ വ്യാഖ്യാനിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുമ്പോഴാണ് നിഗൂഢ രഹസ്യം വെളിപ്പെടുന്നത്. അത് വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ ഈ 12-ാം തിരുവചനമാണ്. 12-ാം തിരുവചനം വലിയ നിഗൂഢ രഹസ്യമുണ്ട്. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു എന്നല്ലേ? അതെ. ഇപ്പോൾ ഇവിടെ തകർക്കപ്പെട്ടു എന്നാണ്, തകർന്നു എന്നല്ല, തകർക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ
ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു. നമുക്കൊരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നാൽ അത് അടിച്ചു കൊല്ലുന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വേണം, അതിന് വടി വേണം, ആ പാമ്പ് ചാകണം. ആ പ്രവൃത്തി നടക്കുമ്പോഴാണ് പാമ്പിനെ കൊന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സൂര്യനെ കൊന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരും പ്രവർത്തിക്കുക. ഇപ്പം നിലവിൽ സൂര്യൻ നിൽപ്പുണ്ട്. ആർക്കെന്തെങ്കിലും കല്ല് പെറുക്കി എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽ വിട്ടോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ വിട്ടിട്ടോ ഒന്നും നമുക്ക് സൂര്യനെ ചന്ദ്രനെ നശിപ്പിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 8 കൂടുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. 3 8 24 ഒരു ദിവസം. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അത് നമുക്കറിയാം. അപ്പം സൂര്യൻ്റെ 3 തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു 8 മണിക്കൂർ നമുക്കില്ലാതെയാകും എന്നാണ് അർത്ഥം. അപ്പോൾ പകൽ 8 മണിക്കൂർ ഇല്ലാതെയായി. അല്ലെങ്കിൽ രാത്രി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ പകലും ഇല്ലാതെയാവും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂര്യൻ്റെ 1/3 8 മണിക്കൂർ നശിപ്പിച്ചു. ചന്ദ്രൻ്റെ 1/3 അവിടെയും ചന്ദ്രനും ഇതെല്ലാം ബാധകമാണ്. 8 മണിക്കൂർ അവിടെ നശിപ്പിച്ചു. നക്ഷത്രങ്ങളുടെ ചന്ദ്രൻ്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. സൂര്യൻ്റെ 1/3 ചന്ദ്രൻ്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെടുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ 1/3 ചന്ദ്രൻ്റെ സൂര്യനെ ഇത് നശിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് നശിക്കുക? അതിനാണ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ അത് എവിടെ ചെന്ന് വീഴണമെന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ടോ അവിടെ വീഴും. അതിനാണ് ഹൈപ്പർസോണിക് മിസൈൽ. ബഹിരാകാശത്തു കൂടെയാണ് ഈ സാധനം പോകുന്നത്, റോക്കറ്റ് പോലെ. അപ്പോൾ നമുക്കറിയാം, ഈ 8 മണിക്കൂർ നഷ്ടമാകണമെങ്കിൽ സൂര്യൻ്റെ അടുത്തോ സൂര്യനെ ബാധിക്കത്തക്ക രീതിയിലോ വലിയ ആണവ സ്ഫോടനം നടക്കണം പ്രിയപ്പെട്ടവരെ. അത് നടക്കും. തകർക്കപ്പെട്ടു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരോ ചെയ്തു, അല്ലെങ്കിൽ ഏതോ മിസൈൽ വിട്ടു. അപ്പോൾ 1 2 മിസൈലുകളല്ല, വ്യൂഹമായിട്ടാണ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1000 ആണോ മിസൈലിൻ്റെ ഒരു വ്യൂഹം, 2000 ആണോ മിസൈലിൻ്റെ ഒരു വ്യൂഹം, അങ്ങനെ വ്യൂഹമായിട്ടാണ് ആണോ മിസൈൽ വരുന്നത്. ഇതെല്ലാം സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന സമയത്ത് ഇതിനെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ലേസർ രശ്മി ഉപയോഗിച്ച്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ലേസർ രശ്മി ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന മിസൈലുകളെ ബഹിരാകാശത്ത് തകർക്കും. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനം, അതിൻ്റെ AI റോബോട്ട് സംവിധാനം അഗ്നിക്കിരയാവുകയും അത് കത്തുകയും ചെയ്യുമ്പോൾ അത് അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും. അങ്ങനെ ബഹിരാകാശത്ത് 1000 അണുവ് ബോംബ് ഒരുമിച്ച് പൊട്ടിയാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. സാമാന്യ ബുദ്ധിക്ക് വെറുതെ സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് ഏഷ്യാപ്രവാൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏഷ്യാപ്രവാൻ്റെ പുസ്തകത്തിൽ വചനം വെച്ചിരിക്കുന്നത് 7 ദിവസത്തെ സൂര്യൻ്റെ വെളിച്ചം ഒരു ദിവസം വരുമെന്നും 7 ദിവസത്തെ ചന്ദ്രൻ്റെ വെളിച്ചം ഒരു ദിവസവും വരും എന്നതുപോലെയാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സൂര്യനെ പോലെ സൂര്യൻ്റെ അടുത്ത് തന്നെ മറ്റ് സൂര്യനെ പൊട്ടുന്ന പോലെ അത്ര പ്രകാശപൂർണ്ണമായിട്ട് ആണവ സ്ഫോടനം നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ചൂടും വെളിച്ചും അത്ര ഭയാനകമായിരിക്കുന്നു. അങ്ങനെയാണ് സൂര്യന് ക്ഷതം സംഭവിക്കുന്നത്. അതിൻ്റെ 3/1 ഭാഗം ഇതിൻ്റെ ക്ഷതം കൊണ്ട് സൂര്യൻ്റെ 3/1 ഭാഗം കത്തിച്ചാമ്പലായി പോകും. അതുകൊണ്ട് തകർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ 3/1 ചന്ദ്രൻ്റെ 3/1 നക്ഷത്രങ്ങളുടെ 3/1 തകർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തന്മൂലം അവയുടെ 3/1 ഇരുണ്ടുപോയി. അതിൻ്റെ ബാക്കി വന്നിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ 3/1 ഭാഗം ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ 3/1 ഭാഗം നമുക്ക് ഭൂമിയിൽ അതിനെ ബാധിക്കും. സൂര്യൻ ഇല്ലാതെ വന്നാൽ അതിനെ ബാധിക്കും, നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ആ 3/1 ഭാഗം ഭൂമിയിൽ എവിടെ ദിവസത്തെ മാറ്റം വരും. 8 മണിക്കൂറിൻ്റെ ദിവസത്തെ ഇരുണ്ട് നമ്മൾ ഭൂമിയിലും ആ ഇരുളിമ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്ന 8 മണിക്കൂർ ഇല്ലാതെയാവും. അപ്പോൾ അത് ഇരുട്ടിലേക്ക് പോകും, ഇരുണ്ടുപോയി. അപ്പോൾ ഭൂമിയിൽ 8 മണിക്കൂർ പകൽ ഇല്ലാതെയാകും. തന്മൂലം ഇവിടെ 3/1 ഇരുണ്ടുപോയി. പകലിൻ്റെ 3/1 ഇരുണ്ടുപോയി. കണ്ടോ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടോ? പകലിൻ്റെ 3/1 ഇരുണ്ടുപോയെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വചനമുണ്ട്. ഇത് കർത്താവ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ചിലരൊക്കെ ഇങ്ങനെ വചനം വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. അവരൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത്, റാപ്ചർ എപ്പോഴാണ്, അതിന് കുറേ വചനങ്ങൾ ഉൽപ്പത്തി മൂലം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുറേ എല്ലാം കൂടെ കുറേ കൂട്ടി കുഴച്ചുകൊണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ മനസ്സിനകത്ത് അവിടുത്തെ ഇവിടുത്തെ എല്ലാം കൂടെ 1500 വർഷം വചനം ഒരേപോലെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒത്തിരി പേര് കൺഫ്യൂഷൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂര്യന് പകലിൻ്റെ 3/1 ഇരുണ്ടുപോയി, അതുപോലെ തന്നെ രാത്രിയുടെ 3/1 കണ്ടോ. അപ്പോൾ ഒരു ദിവസത്തിൽ പകലിൻ്റെ 3/1 8 മണിക്കൂർ, രാത്രിയുടെ 8 to 16 മണിക്കൂർ ഇല്ലാതെയാവുന്നുണ്ട്. പോയിട്ടുള്ള 8 മണിക്കൂറാണ് ഒരു ദിവസമായിട്ട് വരിക. അപ്പോൾ എപ്പോൾ സംഭവിക്കുന്നത്? 7-ാം മുദ്ര തുറന്നപ്പോൾ, വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം
ഏഴാമത്തൊരു ധൂപകലശം മറ്റൊരു ദൂതൻ സ്വർണ്ണം കൊണ്ടുള്ള അതിങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ അഗ്നി കൊണ്ട് നിറച്ച ഭൂമിയിലേക്ക് എറിഞ്ഞു. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിൽ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കവും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ബഹിരാകാശത്തിൽ സംഭവിക്കുമ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് ആണവ മിസൈലുകളെ ഭൂമിയിലേക്ക് കൂടെ കുറച്ച് വിടും. ധൂപകലശം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനകൾ. അനേകം വിശുദ്ധരും നല്ല മനുഷ്യന്മാർ കർത്താവെ ഞങ്ങളെ ഉപദ്രവിച്ചവരോട് പകരം ചോദിക്കണമെന്നല്ല, ക്ഷമിക്കണമെന്ന് പറയുന്നത്. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ അത് ദൈവത്തിനു മുമ്പിൽ ക്രോധമായി അത് നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുക? ഭൂമിയിൽ മിന്നൽ പിണരുകളും ഭയങ്കരമായ ഭൂമി കുലുക്കവും ഉണ്ടായി എന്ന് പറയുന്നത്. ആ ഭൂമി കുലുക്കത്തിൽ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും? അത് വലിയ സംഭവങ്ങളായിട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഭൂമിയിൽ സംഭവിക്കും. നമുക്ക് പറയേണ്ട ആവശ്യമില്ലത്, അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സംഭവിക്കുന്നത്, അപ്പോൾ അവിടെ ഒരു ദിവസം കുറവ് വരുമ്പോൾ എന്തു സംഭവിക്കും? ഈ 45 എന്ന സംഖ്യ 46 മാറുകയില്ല. അപ്പോൾ ഇത് ഈ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാളേറെ ഗോഗ് മാഗോഗ് യുദ്ധത്തിലെ 45 ദിവസത്തിലാണ് ഇത് സംഭവിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ നമ്മൾ ഗ്രഹിക്കേണ്ട നിഗൂഢ രഹസ്യം. ആ 45 ദിവസത്തിൽ ഒരു ദിവസം ഇല്ലാതെയാകുമ്പോൾ ഈ 45 എന്ന സംഖ്യ 46 മാറുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, 46 മാറിയില്ല, 45 കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ കറക്റ്റ് 45 ദിവസം കഴിയുമ്പോൾ അതെന്താണ്? അത് 1.5 മാസമാവുകയും 2034 ഫെബ്രുവരി 15-ാം തീയതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാനും സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. അത് വെളിപ്പെടുത്തി തന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ സംഖ്യ ഇങ്ങനെ എഴുതി കൂട്ട്, അല്ലാതെ ഒന്നും ഇതാർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എഴുതി കൂട്ടിയ സംഭവമാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. 2027 എഴുതി കൂട്ടിയത് കർത്താവ് ഇതിനൊരു കണക്ക് പോലെ ഇത് കർത്താവ് എഴുതാൻ എന്നെ അനുവദിച്ചു. ഇതുകൊണ്ടോ അതിൻ്റെ ബാക്കി പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ഒന്നും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ക്ലാസ്സിൽ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിക്കോട്ടെ, നിങ്ങൾ ഗ്രഹിച്ചോ, എനിക്ക് പരാതിയില്ല. പക്ഷേ ഞാനിത് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ, വാതിൽക്കലെത്തി 27 അസംബിൾഡാണ്. ലോകത്തിലെ എല്ലാ ആണവ മിസൈലുകളും ഓരോ രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ 10,000ങ്ങളുടെ വ്യൂഹം ഏതെല്ലാം നഗരങ്ങളിലേക്ക് വീഴണോ, ഏതെല്ലാം രാജ്യത്ത് വീണമോ എന്ന് അവരിങ്ങനെ അസംബിൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആ സമയത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ ഇങ്ങോട്ട് വരും പ്രിയപ്പെട്ട. അത് ബഹിരാകാശത്തോട് വരുന്നത് തടയാനും പറ്റില്ല, അത് വന്ന് വീഴുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചോ അതാണ്. കാലഘട്ടങ്ങളെ അനുസരിച്ച് ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. അത് സഭയ്ക്ക് കാണാൻ തെറ്റുപറ്റും, മറ്റ് സഭാ വിഭാഗങ്ങൾക്കാണെങ്കിൽ തെറ്റുപറ്റും, അക്രൈസ്തവർക്കാണെങ്കിൽ തെറ്റുപറ്റും, അന്യ മതങ്ങൾക്കാണെങ്കിലും തെറ്റുപറ്റും. ഇതെല്ലാം ഈ യന്ത്രങ്ങളിൽ കൂടെ തന്നെ ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചു, ഇപ്പോൾ അത് എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് വേറൊരു വലിയ നിഗൂഢ രഹസ്യങ്ങളുടെ വചനവും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴത്തിലുള്ള ബോധ്യങ്ങൾ കിട്ടുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വചനങ്ങൾ അത് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്താണ് വിശ്വാസയോഗ്യവും സത്യവുമാണെന്ന് പറഞ്ഞാൽ? അതാണ് ശാസ്ത്രീയമായിട്ട് സത്യമാണ്. ഒരു വസ്തുതയെ വിശ്വസിക്കാൻ ഇതൊരു പേനയാണ് എന്ന് ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഈ പേന എന്ന വസ്തുവിൽ ഒരു ശാസ്ത്രീയ സത്യമുണ്ട്. എന്താണ് ശാസ്ത്രീയ സത്യം? അതിന് നിശ്ചിത നീളം, നിശ്ചിത ഉയരം, വണ്ണം, വീതി, കനം, ഉയരം എല്ലാം ഉള്ളൊരു വസ്തുവാണ്. ഇത് ശാസ്ത്രീയമായിട്ട് സത്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ്? അത് വിശ്വസിക്കാൻ യോഗ്യമാണെന്ന് പറയാൻ കാരണം എന്താണ്? സത്യമാണത്. സത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ണുകൊണ്ട് കാണാവുന്നത്, നമുക്ക് തൊടാവുന്നത്, ഗ്രഹിക്കാവുന്നത്, മനസ്സിലാക്കുന്നത്, സ്പർശിക്കാവുന്നത്, കേൾക്കാവുന്നത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പരമസത്യമാണ് ഈ പേന എന്ന് പറയും. അതേപോലെ തന്നെ കർത്താവ് പറയാണ് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം, പ്രിയപ്പെട്ടവരെ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണമേ, 5-ാം തിരുവചനം, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അത് വലിയൊരു ക്ലാസ്സായിട്ട് ഞാൻ വേറൊരു ക്ലാസ് സ്വർഗത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ രീതിയിൽ ആ വചനം തരാം. അത് പെട്ടെന്നൊന്നും പറഞ്ഞു വിടാവുന്ന ക്ലാസ്സുകളല്ല പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വലിയ നിഗൂഢ രഹസ്യങ്ങളുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഇതാ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അത് ഒന്നുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വീണ്ടും പറയുന്നുണ്ട്.
ആവർത്തിച്ചു പറയുന്നു. അത് വെളിപാട് 22-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ്. 21:5 പറയുന്നു, 22:6 പറയുന്നു. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമാണ്. യന്ത്രസാമഗ്രികൾ ഉണ്ട്, ആണവ മിസൈലുണ്ട്, അതിൻ്റെ ലോഞ്ചറുകളുണ്ട്, അതിൻ്റെ ഭരണ സംവിധാനങ്ങളുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അപ്പോൾ വിശ്വസിക്കാം, ഇത് കണ്ണുകൊണ്ട് കാണാം, മിസൈലുകളെ കണ്ണുകൊണ്ട് കാണാം. നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന പരേഡുകളിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? ഈ മിസൈൽ, ആണവ മിസൈലുകൾ, പൃഥ്വി, അഗ്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാഹനങ്ങളിൽ വരുന്ന നമ്മൾ കാണുന്നുണ്ട്. അതാണ് വലിയ കൂറ്റൻ മിസൈലുകളാണ്, ടണ്ണ് കണക്കിന് ഭാരമുള്ളത്. അതൊക്കെ ആണവ മിസൈലുകളാണ്. അതൊക്കെ ഏത് രാഷ്ട്രത്തേക്ക് പോകണമെന്ന് അതിൽ തന്നെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് AI റോബോട്ടുകളുണ്ട്. അതങ്ങോട്ട് ഓണായി അത് വർക്ക് കഴിഞ്ഞാൽ AI റോബോട്ടിൻ്റെ കൺട്രോളിൽ ഇത് ഏത് സ്ഥലത്തേക്ക് പോകണമോ എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത്, ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇത് വീഴും. അപ്പോൾ ബഹിരാകാശത്ത് സൂര്യനും ചന്ദ്രനിലെ ആ ഭാഗത്ത് വീഴുന്നത് അവിടെ വീഴും പൊട്ടും, അപ്പോൾ ചന്ദ്രൻ്റെ വീഴുന്നത് അവിടെ വീഴും പൊട്ടും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഭൂമിയിലും അതിൻ്റെ റേഡിയേഷനേറ്റും അതിൻ്റെ കുലുക്കമേറ്റും ഭൂമിയുടെ കുലുക്കം. ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞില്ലേ, മിന്നൽ പിണരലും ഭൂമി കുലുക്കമുണ്ടായി. ആ സമയത്ത് ഭൂമിക്കുള്ളിലും പുറത്തുമായിട്ടിരിക്കുന്ന എല്ലാ ആണോ മിസൈലുകളും ഒറ്റ നിമിഷം പൊട്ടും, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സെഫാനിയുടെ പുസ്തകത്തിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം അതാണ്, പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ഒറ്റ സെക്കൻഡിൽ സംഭവിക്കും. ആ സമയത്താണ് പ്രിയ സഹോദരങ്ങളെ ഇത്ര ഭയാനകമായ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോഴാണ് അപ്പോൾ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. റാപ്ചറിനെ പറ്റി കുറേ ആൾക്കാർ വീണ്ടും സംശയം ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് റാപ്ചർ നടക്കുക? ഞങ്ങളിങ്ങനെ കേട്ടല്ലോ, ഈ റാപ്ചർ നടക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞ് 2029 റാപ്ചർ നടക്കും, എടുക്കപ്പെടും, സഭ എടുക്കപ്പെടും. സഭയൊന്നും എടുക്കപ്പെടുകയില്ല, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഭ മുഴുവനും എടുക്കപ്പെടും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവശേഷിക്കാൻ വേണ്ടി പരിശുദ്ധിയുള്ളവരെ, വിശുദ്ധിയുള്ളവരെ കർത്താവ് ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെല്ലാം മനുഷ്യനെ അവിടെ ജീവിക്കാൻ അനുവദിക്കും. അങ്ങനെയുള്ളവർക്ക് കർത്താവ് സംരക്ഷണം കൊടുക്കും. അവൻ്റെ വീട്ടിൽ ഭക്ഷണവും വെള്ളവും ഉണ്ടാകും. അവനൊരു മറ്റുള്ള ദുഷ്ടാത്മാക്കളെ ആക്രമിക്കപ്പെടുകയില്ല. അപ്പം പരിശുദ്ധി. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യാഗമന ദിവസത്തിൽ തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം 23-ാം തിരുവചനം, കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ അവനെ എതിരേൽക്കാൻ വേണ്ടി ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമാകാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി വിശദവിവരങ്ങൾ തരാം. കിടക്കുകയാണ് ഈ വചനത്തിൽ തന്നെ വലിയ ക്ലാസ്സുകൾ തരാൻ കിടക്കുകയാണ്. ഏതാണ് ആ വചനം? ഇപ്പോൾ ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാണ്. അതിനു മുമ്പൊരു വചനമുണ്ട്, സകലവും. ആ സകലം എന്നൊരു വാക്കിനകത്ത് നിഗൂഢ രഹസ്യങ്ങളുടെ 2 മണിക്കൂർ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്, പ്രിയപ്പെട്ടവരെ. അതൊക്കെ വലിയ സംഭവങ്ങൾ. അതൊക്കെ ആ രീതിയിൽ കിട്ടുന്നവർക്ക് അത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് സകലവും എന്ന് പറഞ്ഞാൽ എന്താണ്, സകലതും എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് എൻ്റെ ചോദ്യം. ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകലതും എന്നല്ല. അത് അടുത്ത ക്ലാസ്സിൽ എനിക്ക് തരാം. ഇപ്പോൾ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചന ശക്തി നമ്മൾ നിറയട്ടെ. പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമേ. നമ്മൾ സന്ധ്യാപ്രാർത്ഥന ശക്തമായിട്ട് ചൊല്ലണമേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് സംവിധാനം, ഏത് സഭയിൽ നിൽക്കുന്നുവോ ആ സഭയിൽ നിന്നുകൊണ്ട്, ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം മാർഗത്തിൽ വിശുദ്ധീകരണ പ്രക്രിയ ചെയ്യാം. കുമ്പസാരമാണെങ്കിൽ കുമ്പസാരം, ആരാധന, സ്തുതിപ്പ്, പിന്നെ ധ്യാനമാണ് ധ്യാനം, എന്തെല്ലാം കൂടണമോ അതെല്ലാം എൻ്റെ ക്ലാസ് കേട്ട് ഒരുങ്ങാൻ നമ്മൾ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം ആളുകൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ നമ്പർ കൊടുത്തുകൊണ്ട് അവർ വന്നു, ബ്രദറെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വീട് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ചുരിദാർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അത് ഞങ്ങളെടുത്ത് ഒഴിവാക്കി, അത് കത്തിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ടെലിവിഷൻ, TV അതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. പത്രം വായിക്കുന്നില്ല. ഞങ്ങൾ ബർമൂഡ, എൻ്റെ മക്കൾക്കും എനിക്കൊരു ബർമൂഡ ഉണ്ടായിരുന്നു, അതെല്ലാം കത്തിച്ചു. പിന്നെ ന്യൂസ് പേപ്പറുകൾ, പത്രമാസികകൾ ഇതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഇൻ്റർനെറ്റ് സംവിധാനം, മൊബൈൽ ബർത്തറിൻ്റെ ക്ലാസ് തീർന്നാൽ അന്നേരം ഞാൻ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 നില വാർക്ക് വീടുള്ളവർ കഴിയുന്നത്ര നന്മ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട്. കാരണം കർത്താവ് പറയുന്നത്, നമുക്ക് ആലോചിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, അപ്പോൾ പുരമുകളിലായിരിക്കുന്നവൻ എന്തെങ്കിലും എടുക്കാൻ താഴേക്കിറങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചെറുതായിട്ട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരയുടെ മുകൾ വശം ഓടിട്ടതാണെങ്കിൽ നമ്മൾ പെരമുകളിൽ കയറി നിൽക്കുമോ? നമ്മുടെ വീട് ആസ്പെറ്റോസ് ഇട്ടാണ്, നമ്മൾ ആസ്പെറ്റോസിന് മുകളിൽ കയറി നിൽക്കുമോ? നമ്മുടെ വീടിൻ്റെ മുകളിൽ ടിൻഷീറ്റ് ഇട്ടതാണ്, ടിൻഷീറ്റിൻ്റെ മുകളിൽ കയറി നിൽക്കുമോ? നമ്മൾ ന്യായമായിട്ട് ചിന്തിച്ച് നോക്കിയേ, ഇല്ല, നിൽക്കില്ല. എന്താണ് അതിന് കാരണം? പുരമുകൾ എന്ന് പറയുമ്പം 2ാമത്തെ വീട്, 2ാമത്തെ നില. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്
വീട് നിർമ്മിക്കുന്നവന് കഷ്ടം, അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറഞ്ഞത്. കാരണം താഴെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിൽ കയറി അന്തസ്സായിട്ട് അവിടെ കിടക്കും, സുഖമായിട്ട് കിടക്കും. അപ്പോഴാണ് വലിയ ഭൂമി കുലുക്കവും പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ താക്കോൽ എടുത്തില്ല, അല്ലെങ്കിൽ എൻ്റെ അരിയും പാത്രം കൂടി എടുത്തേക്കാം, അല്ലെങ്കിൽ തീപ്പെട്ടി എടുത്തേക്കാം, ടോർച്ച് എടുത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? റാപ്ചർ, ഒരുക്കപ്പെട്ടവർ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരുക്കപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെടും പ്രിയ മക്കളെ. അതുകൊണ്ട് വളരെ ജാഗ്രത, വളരെ സൂക്ഷ്മത. ഈ ഭൂമി തീഗോളമായിട്ട് മാറുമ്പോൾ പിന്നെ നമ്മുടെ അതിനകത്ത് കിടക്കണമോ നിത്യപ്രതീസ്, നിത്യസന്തോഷം. അതിൻ്റെ സ്വർഗത്തിൻ്റെ ഘടന എന്ന ആ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ് ഘട്ടങ്ങളിലേക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ സകലവും എന്നുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്വർഗം എന്ന പരമസത്യത്തെ നമ്മൾ ഗ്രഹിക്കണം. അത് ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ ഒരു ആത്മീയ കാഴ്ചപ്പാടി നമ്മുടെ കത്തോലിക്ക സഭയിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ അത് ശരിയാണ്. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ ഘടനയോട് കൂടി നമ്മൾ കുറച്ചുകൂടി ഗ്രഹിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടണം എന്നുള്ള നമ്മുടെ തീക്ഷ്ണത, ജ്വലനം ഉണ്ടാകുകയുള്ളൂ. അത് പരമസത്യമാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം. അതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് എൻ്റെ ആത്മാവും മനസ്സും ശരീരവും അവികലമാക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരത്വം നമ്മളെ കോട്ടക്കെട്ട് സംരക്ഷിക്കട്ടെ. സക്കറിയ 9:8 തിരുവനന്തപുരം ശക്തി നമുക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. എങ്ങോട്ട് നോക്കണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, ആരോട് ഇടപെടണം, എന്ത് വചനം പറയണം, ഏത് പ്രാർത്ഥന വേണം, ഏത് ദേവാലയത്തിൽ പോകണം, ഇതെല്ലാം വളരെ നിഗൂഢമായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇരുന്നുകൊള്ളണം. യേശുവിൻ്റെ വരവ് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മിന്നൽ പിണറിന് ഒരു സെക്കൻഡിൻ്റെയും 100-1 ഉണ്ടാവുള്ളൂ, അല്ല 10-1 ഒരു സെക്കൻഡിൻ്റെ. മൈക്രോ സെക്കൻഡ് എന്ന് പറയാം. അത്ര സെക്കൻഡിൽ ദൈവമായ കർത്താവ് വന്ന് അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്ന ഒരു വാനമേഖല എടുക്കപ്പെടും. അപ്പോഴെടുക്കപ്പെടാതെ പോകുന്നതിൻ്റെ അവസ്ഥ അചിന്തനീയം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ട് അചിന്തനീയം. ഞാൻ ചിന്തിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ദൈവ കർത്താവായ യേശു ക്രിസ്തു പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കണം. ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളും 2000 പേര്, 85,000 ആൾക്കാരോളം ഇപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ടുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. 5-5:30 മണിക്കുള്ളിൽ എഴുന്നേൽക്കണം. ആ സമയത്ത് നമ്മൾ ക്രൂശിത രൂപം എടുക്കണം. പ്രിയപ്പെട്ടവരെ, ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ ആ ക്രൂശിത രൂപം കാൽവരി കിടക്കുന്നത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ കമിഴ്ന്ന് വീഴണം. കർത്താവേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഈശോയെ. അങ്ങനെ വചനം അനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ സൗകര്യം അനുസരിച്ചാണ് ഈശോയെ ഞാൻ ജീവിക്കുന്നത് എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, അന്നൊന്ന് വേണ്ടുന്ന ആഹാരത്തിൽ അരിയാണോ നമ്മുടെ വീട്ടിലുള്ളത്? 10, 15, 10, 20 കിലോ ഒക്കെ അരി വെച്ചല്ലേ നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ എത്രയോ അരിയും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രമുണ്ട്. അപ്പോൾ അവിടെ പോലും നമ്മൾ സൂക്ഷ്മത വേണം. നമുക്ക് അത്യാവശ്യമുള്ള 2 കിലോ 3 കിലോ അരിയൊക്കെ നമ്മൾ വാങ്ങാവുള്ളൂ. അല്ലെ 10 കിലോ അരി മേടിച്ചാൽ ഒരു 5 കിലോ നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു 5 കിലോ ഏതെങ്കിലും പാവപ്പെട്ടവരെ കണ്ടെത്തിക്കൊണ്ട് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ വസ്തുക്കളും നമ്മുടെ കയ്യിലുള്ള എല്ലാ ആത്മീയ വസ്തുക്കൾ, എല്ലാ ഭക്ഷ്യവസ്തുക്കൾ, എല്ലാ ഭൗതിക വസ്തുക്കൾ, എല്ലാ ആത്മീയ വസ്തുക്കൾ കർത്താവിന് വേണ്ടി സമയമായിട്ട്, പ്രാർത്ഥനയായിട്ട്, വസ്തുക്കളായിട്ട്, പണമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ കൊണ്ട് കൊടുത്ത് ഒരുങ്ങിയിരുന്ന മക്കളെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇത് ബാംഗ്ലാദേശിൽ, ഇന്ത്യയുടെ അതിർത്തികളിൽ, ബാംഗ്ലാദേശിൽ, മ്യാൻമാറിൽ അവിടെ ഡ്രോൺ ആക്രമണം നടന്നു കഴിഞ്ഞു. അവിടെ അസ്വസ്ഥതകൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ചൈനയിൽ കൂടെ ഇങ്ങോട്ട് കയറി വന്ന് പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് വരും. ലോകം മുഴുവനും ഗാസയായിട്ട് മാറും, ലോകം മുഴുവനും ഉക്രൈനായിട്ട് മാറും. അതിനാൽ വളരെ ജാഗ്രതയോടെ, വളരെ വിശുദ്ധിയോടെ, ശ്രദ്ധാപൂർവം, അതിതീക്ഷ്ണതയോടെ, സർപ്പത്തിൻ്റെ വിവേകത്തോടെ പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സാത്താൻ വലിച്ചൂരിക്കൊണ്ട് പോകും. നമ്മൾ അറിയില്ല. നമ്മൾ വെറും മുട്ടത്തോട് പോലെ, പഴത്തൊലി പോലെ ആയിപ്പോവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് പരിശുദ്ധാത്മാവ് നഷ്ടം വന്നാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ പിന്നീട് പറയാം. അതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.